ഇതൊക്കെ ഇതാക്കിയാൽ മതി. ഇത് അമേരിക്കയിലൊന്നും ഇങ്ങനെയല്ല, അവിടെ ഫുള്ള് മെഷീനേഴ്സ് അടക്കേഴ്സ് കാര്യങ്ങളൊക്കെ. ഞങ്ങള് കേരളീയരല്ലേ, ഞാന് 10-35 വർഷമായി കഴുങ്ങിന്റെ മേലെ ഇതേപോലെ കയറിയിട്ട് അടക്കരിക്കുന്ന ആളാണ്. പക്ഷെ ഓരോ മെഷീനേഴ്സ് കാര്യങ്ങളൊക്കെ അവിടെ അമേരിക്കയിൽ നമ്മളൊക്കെ ചെയ്യുന്നതൊക്കെ ഭയങ്കര മെഷീനാകുമ്പോ അവിടെ ടൈമുകൾ കുറവരെ. നമ്മള് മലയാളികളാകുമ്പോ തളപ്പിട്ട് കയറുമ്പോ പെട്ടെന്ന് കയറി ഒരു മെഷീന് അപ്പുറത്ത് കൊണ്ട് ഫിറ്റ് ചെയ്യുമ്പോഴേക്ക് തന്നെ 10-15 മിനിറ്റ് പിടിക്കും. ആ നേരം കൊണ്ട് ഞങ്ങൾക്ക് 2 കഴുകുമ്പോ കയറിയിട്ട് അടക്ക വലിച്ചിടാം. അത്രയും സൗകര്യം ഉണ്ട്. വേണമെങ്കിൽ ഞാൻ അമേരിക്കൻ സാധനം കൊണ്ടുവരാം, മെഷീൻസ് ഒക്കെ വേണമെങ്കിൽ. നമുക്കിത് എക്സ്പീരിയൻസ് ഇതാണല്ലോ, നമ്മൾ 10-35 വർഷമായിട്ട് ഇതാണല്ലോ പടി. നമുക്ക് തോട്ടി തന്നെ ആരോഗ്യത്തിനും നല്ലതാണല്ലേ. മെഷീനാകുമ്പോ ശരീരം അളകണില്ലല്ലോ. നിങ്ങൾ കയറുന്ന സമയത്ത് ഇങ്ങനെ ഞങ്ങള് പിടിച്ചു മറ്റേ കൂടുതൽ കഴുകുണ്ടെങ്കിൽ ഈ കഴുകുമ്പോ ആ കഴുകുമ്പലേക്ക് ചാടും. അങ്ങനെ ചെയ്യാറുണ്ട്. റിസ്ക് നമുക്ക് പരിചയമാണല്ലോ, നമുക്ക് പണി എക്സ്പീരിയൻസ് ആണ്. മെഷീനിൽ ഒരു കഴുകുമ്പോൾ കയറിയ ഒരു കഴുകുമ്പോഴേക്ക് എല്ലാം ഇറങ്ങാൻ പറ്റുള്ളൂ. കൂടുതൽ കഴുകുള്ളപ്പോ നമുക്ക് ഈ കഴുകുമ്പോ ആ കഴുകുമ്പലേക്ക് ചാടാ. അത് തോട്ടികൊണ്ട് കഴുകിട്ട് പിടിച്ചു കഴിഞ്ഞാൽ മറ്റേ കഴുക് പിടിച്ചിട്ടാണ് അയിമലേക്ക് കിടക്കുക. അതാകുമ്പോ നമുക്ക് നല്ല എക്സ്പീരിയൻസ് ആണല്ലോ. റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആയിക്കോട്ടെ, നമുക്ക് ഇത് ഈ പണിയാണ് പരിചയം. എന്നാ നമ്മളെ പണി നടക്കട്ടെ. ഇങ്ങനെ കാലിലിടും, തലപ്പ് ഇങ്ങനെ കാലിലിടും. അത് കുറച്ചുകൂടി ഇങ്ങനെ ആക്കിക്കൂടെ? വേണ്ട, കുറച്ച് വട്ടം ഉണ്ടാകുമ്പോ കുറച്ചുകൂടി ഇങ്ങനെ ആക്കിക്കൂടി, അപ്പൊ ഒന്നുകൂടി സുഖല്ലേ? അപ്പൊ നമുക്ക് ഇതിന് കുറച്ച് തളപ്പ് കുറച്ച് വട്ടം ഉണ്ടെങ്കിലേ കൊറേ നേരം കഴുകുമ്പോ വെക്കുമ്പോ ഒന്ന് ലൂസിന് അങ്ങോട്ട് ഇങ്ങോട്ട് കാല് ഇറക്കി പിടിക്കാനൊക്കെ നല്ല ഒരു ടൈറ്റ് ആകുമ്പോ കാലിന് ഭയങ്കര കടച്ചിലാവും. ഒരു ലേശം ലൂസ് ഉണ്ടെങ്കിൽ അപ്പൊ നമുക്ക് നല്ല ആശ്വാസം കിട്ടും. അതുകൊണ്ടാണ് അപ്പൊ മാറിക്കളി പരിക്കാൻ പോവാണ്. അതല്ല, നിങ്ങൾ മിഷീന്റെ മേലെ കയറുമ്പോ നിങ്ങൾക്ക് അത് കിട്ടില്ല. പിടിക്കണം, മറ്റേ കൈ ആ കൈ അങ്ങോട്ട് വെക്കും. ആ കൈ ഇങ്ങോട്ട് വെച്ചാ അത് കൈ വെച്ചാൽ ഇതെല്ലാം നമുക്ക് മെഷീൻസ് ഉണ്ട്. അല്ല, മെഷീൻ വേണ്ട, നമുക്ക് ഈ പണി നമുക്ക് സ്റ്റൈല് എന്താ വെച്ചാൽ നമ്മളിത് ചെറുപ്പം മുതൽ ഇത് എടുത്തു വരുന്ന പണിയാണല്ലോ. ഇത് നമുക്ക് അത് ഇനി അങ്ങോട്ട് ഇതും കൂടെ വെച്ചോളൂ. അല്ല അത് കുഴപ്പമില്ല, ഇത് നമുക്ക് വരുന്ന പണിയാണല്ലോ. അതൊന്നും കാര്യമില്ല. അതൊന്നും കുഴപ്പമില്ല. അങ്ങനെ നിങ്ങൾ മാറിക്കാലിട്ട് നിങ്ങൾ തലയ്ക്ക് പോകും. അത് നമ്മൾ അമേരിക്ക മെഷീനാകുമ്പോ കാലിന് വരെ, പക്ഷെ തോട്ടിക്ക് പറിക്കുമ്പോ തലയ്ക്ക് അത് മാറിക്കളി, അതാ നല്ലത്. അല്ല ഓക്കെ റെഡി. ഇത് നമ്മള് വേണ്ട, മെഷീനാകുമ്പോ നമുക്ക് ഫുള്ളായിട്ട് കയറേണ്ടി വരും. അത് വേണ്ട, ഇതാകുമ്പോ നമുക്കേ പറിക്കാൻ നല്ല സുഖം. വേണ്ട, ഇതാകുമ്പോ പകുതി വരെ കയറിയാ മതി. പിന്നെ നമുക്ക് തോട്ടിക്കൊണ്ട് വെക്കാം. ഇതെല്ലാം നിങ്ങളോട് പറഞ്ഞു, ഞാൻ നേരത്തെ അവിടുന്ന് മാറിക്കാൻ പറഞ്ഞത്. ഞാൻ ഈ ചെങ്ങായോട് പറഞ്ഞതാണ് പറിക്കുമ്പോ എന്നതിന്റെ ചോട്ടിൽ വന്ന് കിടക്കണ്ടെന്ന്. ഇപ്പൊ എന്തായി? അമേരിക്കയിൽ മെഷീനൊക്കെ ഉണ്ട്. അമേരിക്കയിൽ മെഷീൻ ഞങ്ങൾ മലയാളികൾ ഇങ്ങനെയല്ല അടക്കി വരിക. ഞങ്ങൾ തോട്ടി കെട്ടി പറിക്കണ. അതല്ല നിങ്ങളോട് പറഞ്ഞ ചോട്ടിലേക്ക് വരണ്ടെന്ന് പറഞ്ഞത്. അപ്പൊ അമേരിക്കയിലത്തെ മെഷീൻ വേണ്ടല്ലേ? അമേരിക്കയിലും മെഷീൻ വേണ്ട. ഞങ്ങൾ നാടന്മാരല്ലേ, ഞമ്മൾ കേരള ശൈലിയിൽ പോണ ആൾക്കാരാണ്. അടക്കെടുത്തോളി. കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല. ഹോസ്പിറ്റലിൽ പോണോ? ഹോസ്പിറ്റലിൽ പോണോ? അല്ല, വേണ്ട. ഓക്കെ, അടക്ക ഞാൻ ഉണ്ടാക്കാനുള്ള പരിപാടി ഒക്കെ ഞാൻ ഓരോട് ഇങ്ങനെ പറയേനി. അതായിക്കോട്ടെ, വേണ്ടല്ലേ? നാടൻ കേരളത്തിന്റെ കൃഷി വേണമെങ്കിൽ ഞങ്ങൾ ചെയ്തുതരാം. ഓക്കെ, ഉഷാറല്ലേ? ഓ.